ബിഗ് ബോസ് ലൈവിൽ ലക്ഷ്മിയും ഹൗസ് മേറ്റ്സും കൂടി ഭയങ്കരമായ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ആര്യൻ്റെ കഴുകിയിട്ടിരുന്ന വൈറ്റ് ഷർട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞെന്നാണ് ആര്യൻ പറയുന്നത്. അത്രയും അഹങ്കാരം കാണിക്കാൻ നീ ആരാടി ഇവിടുത്തെ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ലക്ഷ്മിയുടെ നേരെ തിരിയുകയാണ്. ലക്ഷ്മി പറയുന്നത് അവിടെ ഒരു ചേഞ്ചിങ് റൂമുണ്ട്, അവിടെ ഹുക്കുണ്ട്, എന്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടുകൂടാ, ഇവിടെ ഇത്രയും സാധനങ്ങൾ ഇട്ടാൽ അത് ആരുടെ ആയാലും ഞാൻ നോക്കത്തില്ല, ഞാൻ എടുത്ത് എറിഞ്ഞ് കളയുമെന്ന് ചോദിക്കുന്നത്. നീ പോയി ബാത്റൂം കഴിവടിയെന്നും പറഞ്ഞിട്ട് അപ്പാനും ശരത്തും അക്ബറും എല്ലാം ഷാനവാസും എല്ലാം കൂടെ ലക്ഷ്മിക്കെതിരെ, ലക്ഷ്മി കിച്ചണിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഷാനവാസ് എല്ലാം പുറകെ ചെന്നിട്ട് വീണ്ടും ലക്ഷ്മിയോട് പറയാം, നീ പോയി ബാത്റൂം കഴിവടി, നീ ആരടി ഇവിടുത്തെ, നീ ബിഗ് ബോസ് ആണോ, നീ ആരടി ഞങ്ങളുടെ തുണിയെടുത്ത് എറിഞ്ഞ് കളയാനാണ്, നിനക്ക് എന്തോ ഇവിടുത്തെ റൂൾ അറിയത്തില്ലേ. അപ്പം ഷാനവാസിൻ്റെ അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ റൂള് കീപ്പ് ചെയ്ത് തന്നെയാണ് ഓരോന്ന് ചെയ്യുന്നത്, ഞാൻ സോറി പറയത്തില്ല, എനിക്ക് സോറി പറയേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ തുണി എടുത്തെറിഞ്ഞ് കളഞ്ഞതിനെ പറ്റി ഇവർ ലക്ഷ്മിയോട് സോറി പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടും ലക്ഷ്മി കേൾക്കുന്നേ ഇല്ല. ലാസ്റ്റ് ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ആരടുത്തും മാപ്പ് പറയത്തില്ല, ഞാൻ സോറി പറയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഷാനവാസിനെ അനുകരിക്കുന്ന ടാസ്ക്കാണ് ഇന്ന് ഒനിലിനുള്ളത്. ഷാനവാസ് പറയുന്നതെല്ലാം റിപ്പീറ്റായിട്ട് ഒനിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കരമായൊരു ബഹളം തന്നെയാണ് ഹൗസിനകത്ത് മൊത്തം. അപ്പാനി ശരത്തൊക്കെ ഭയങ്കര ബഹളം, നീ ആരാടി ഇവിടുത്തെ, നീ പോയി ബാത്റൂം കഴുകടി, നീ പോയി ബാത്റൂം ക്ലീൻ ചെയ്യടി എന്ന് പറഞ്ഞ് എടിയെന്നാണ് ഇവരെല്ലാവരും വിളിക്കുന്നുണ്ട്. ലക്ഷ്മി എന്നാൽ ഇതിനകത്തൊന്നും ഒരു ടെൻഷൻ ഇല്ലാതെ ലക്ഷ്മി ഇവർക്ക് മറുപടി പറയുന്നുണ്ട്. പിന്നെ ആര്യൻ അപ്പോഴത്തേന് പുറത്തിറങ്ങിയിട്ട് ലക്ഷ്മിയുടെ ഒരു പൈജാമ അവിടെ കിടന്ന് ഡ്രസ്സിൻ്റെ പാൻറ് അവിടെ ഉണ്ടായിരുന്നു, അതെടുത്ത് ആര്യൻ എടുത്ത് എടുത്തെറിഞ്ഞ് അത് ലക്ഷ്മി കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ലക്ഷ്മി തിരിച്ച് വന്നിട്ട് പാൻറ് നോക്കുമ്പം കാണാതാകുമ്പോഴായിരിക്കും അതിൻ്റെ വഴക്ക്. ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ ചോദിക്കുന്നത്, ഈ വൈൽഡ് കാർഡുകൾക്ക് ഇത്ര അഹങ്കാരം എന്താണ്, അവരുടെ അഹങ്കാരം, ഇവർക്ക് പ്രത്യേകിച്ച് റൂൾ വല്ലതും ഉണ്ടോ, ഇവരിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവരാരാ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്ന റൂള്, ജോലി എന്താണോ അത് റൂള് കീപ്പ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട് ഷാനവാസും എല്ലാം കൂടെ ലക്ഷ്മിക്കെതിരെ തിരിഞ്ഞ്. ജിഷിൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് ലക്ഷ്മിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു സോറി പറഞ്ഞു തരാം, പ്രശ്നം അവിടെ അങ്ങ് തീരുമല്ലോ. അപ്പം ലക്ഷ്മി പറയുന്നു, ഞാൻ അവിടെ വെറ്റായിട്ട് കിടന്ന ടവലുകൾ, കുളിച്ചിട്ടെല്ലാം നനച്ച് വാരി വെച്ചിരുന്ന ടവലുകൾ അവിടെ ഇവിടെ എല്ലാം വാരി ഇട്ടേക്കുന്നു, അത് ആരുടെ അതാണെന്നൊന്നും അറിയത്തില്ല, അവിടെ ചേഞ്ചിങ് റൂമുണ്ട്, എന്തുകൊണ്ട് അവിടെ ഹുക്കുണ്ടല്ലോ, അതിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇട്ടുകൂടാ, ഇങ്ങനൊന്നും വൃത്തികേടാക്കി ഇടാനായിട്ട് സമ്മതിക്കത്തില്ല, ഞാൻ അവിടുത്തെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നീറ്റായിട്ട് ഞാൻ ചെയ്യും, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ ആർക്കും ഇപ്പം ഞാൻ സോറി പറയുമെന്ന് വിചാരിക്കുകയും വേണ്ട, ഞാനിപ്പം വന്നിട്ട് അവിടെ നനഞ്ഞിരുന്ന ഒരു ടവൽ എടുത്തത് ഒരു കവർ കയ്യിലിട്ടതിന് ശേഷമാണ്, എനിക്ക് കൈ കൊണ്ടത് തൊടാൻ പറ്റുന്നില്ല, അത്രയും അറപ്പോടെയാണ് ലക്ഷ്മി പറയുന്നത്. ആ ടവൽ എടുക്കാൻ അറപ്പുണ്ടെന്നാണ് ലക്ഷ്മിയുടെ. എന്തായാലും ഹൗസ് മേറ്റ്സ് എല്ലാം കൂടി ഇപ്പം ലക്ഷ്മിക്കെതിരെ ആണുങ്ങളെല്ലാം, അക്ബറൊക്കെ ഒരുപാട് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. അക്ബർ പറയുന്നത്, നീ പോയി ആദ്യം ബാത്റൂം കഴുകടി, നീ ആരാ ഇവിടുത്തെ, നീ എല്ലാവരും ഇതാണ് ലക്ഷ്മിയോട് ഇങ്ങനെ ചോദിക്കുന്നത്, നീ ആരാ ഇവിടുത്തേന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി കിച്ചണിൽ നിന്നൊക്കെ തിരിച്ച് വീണ്ടും വന്നിട്ട് ജിഷിനോട് ഇതിനെപ്പറ്റി തർക്കിക്കുകയാണ്. വൈൽഡ് കാർഡായി എൻട്രി ആയ സമയം മുതൽ ലക്ഷ്മി ഇവിടെ കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തു നിന്ന് ഇത്രയും കളികൾ കണ്ട് കേട്ട് തിരിച്ചു വന്ന ലക്ഷ്മി ഹൗസിലുള്ള ഓരോ ആൾക്കാർക്കെതിരെയും കരുനീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ഇപ്പോൾ വന്നിട്ട് ഒരു വലിയൊരു പ്രശ്നമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഡ്രസ്സ് എടുത്ത് എറിഞ്ഞത് ആർക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ആര്യൻ ഇപ്പോൾ ലക്ഷ്മിയുടെ ഒരു പാൻറ്റും എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ഇനി തിരിച്ചു വന്നിട്ട് അത് കാണാത്തതിനെ പറ്റിയുള്ള വഴക്കായിരിക്കും ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അടി. ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഞാൻ ലക്ഷ്മി ഇനി തൊട്ട് എന്റെ ഡ്രസ് തുടരുത്. ഓക്കെ, കഴിഞ്ഞു. എനിക്ക് കൈയൊക്കെ കഴുകിട്ട് വരണ്ടേ, 5 മിനിറ്റിൽ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ തുണി Where is that girl? Listen. നീ നിന്റെ waste. No, she also threw my undergarments. I don't like that. നിന്നെ എനർജി വേസ്റ്റ് ചെയ്യുന്ന മൈൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് സോറി പറഞ്ഞേക്കാം, അത് നിലത്തെടുത്തിട്ടോണ്ടാണ്, അതെടുത്ത് അപ്പുറത്തെ സോഫയിട്ടറിയോ, അവിടെ ഡ്രസ് ഇടാൻ യാതൊരു കുഴപ്പമില്ല, അവിടെ ആരും ഇരിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കാലില് ക്രീം തേക്കുന്നത്, ഞാൻ അവിടെ തേക്കുന്നത്. എത്രയോ പേര് ടോയ്ലറ്റിൽ കയറാനോ ബാത്റൂമിൽ കയറാനോ വെയിറ്റ് ചെയ്യുന്ന അവിടെ ഞാനാ ക്യാപ്റ്റൻ. കേക്ക് ഇപ്പൊ എന്താ കേൾക്കാൻ പറ്റാത്ത അവൾക്ക്? ഈഗോ. As narcissism, ego. You are narcissistic, not him. Yeah, sure. I take it, Aryan. Yes. I am receiving it. നിങ്ങൾ തെറ്റാണ്, അത്രയുള്ളൂ. നിങ്ങൾക്കൊരു acceptance ഇല്ല. ക്യാപ്റ്റൻ സോറി പറയുന്നു,
കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടില്ല. ഞാൻ ഒരിക്കലും എന്റെ ഡ്രസ് അവിടെ വെച്ചിട്ട് നിലത്തിട്ടതാണെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്യും. കാരണം അവിടെ അല്ല ആ വെക്കണ്ടേ. നിലത്തിട്ട് നമ്മൾ ഓക്കെ അത് തെറ്റെടുത്ത് ഞങ്ങൾ സോറി പറഞ്ഞ് തീർത്തു. ഒരു കാര്യം ഇട്ടതിനൊരു വലിയ പോയിന്റ് ഉണ്ട്. ഇനി ഒരുത്തനോ ഒരുത്തിയോ അവിടെ കൊണ്ട് തുണി വെക്കാൻ പറ്റില്ല. അവിടെ ഒരു ചേഞ്ചിങ് റൂം ഉണ്ടെങ്കിൽ അവിടെ ഹുക്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി എടുത്തുകൊണ്ട് കബോർഡിനകത്ത് വെക്കണം. ഇവന്മാരെ നന്നാക്കാൻ നമ്മളെ വീട്ടിലുള്ളവന്മാരും നല്ലവന്മാരും എവിടുന്നോ വന്ന അലവലാദികളാണ് ഇതെല്ലാം. ഇവന്മാരൊന്നും നന്നാക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് മാത്രമല്ല അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അതവിടെ കിടക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ്. വെറ്റായിട്ടുള്ള ടവൽസ് അത് കൈ കൊണ്ട് എടുത്ത് മാറ്റാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനത് തൊട്ടത് തന്നെ കയ്യിൽ കവർ ഇട്ടിട്ട് ഞാൻ തൊട്ടത് തന്നെ. എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അത് ചെയ്യുക. അതുകൊണ്ട് അത് നമ്മൾ ചെയ്ത തെറ്റാണ്. ഓക്കെ പറഞ്ഞു വിട്ടേക്കുക. സോറി ഓക്കെ മൈ മിസ്റ്റേക്ക്. ഇതൊന്നും മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇനി ഒരാളത് ചെയ്യാതിരിക്കണം. ഞാനത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ സോറി പറയത്തില്ല. അവൻ ഇവിടെ പുറത്തൊക്കെ പുറത്തെന്ന് പറഞ്ഞാൽ